ജോൺ ഹാൻസന്റെ മാൻ ഇൻ ദ കിച്ചൺ എന്നുള്ള പോവമാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇതൊരു ഹ്യൂമറസ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു പോവമാണ്. ഈ എബൌട്ട് ദി റൈറ്റർ അദ്ദേഹത്തിനെ കുറിച്ച് വലിയ ഡീറ്റെയിൽസ് ഒന്നും നമുക്കില്ല. അദ്ദേഹം ഇതുപോലെ ഓൺലൈനിൽ ഇതുപോലെ ഹ്യൂമറസ് ആയിട്ടുള്ള പോവംസ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന ഒരാളാണ്. സോ ഫസ്റ്റ് സ്റ്റാൻസ എന്ന് പറയുന്നത് സ്പീക്കർ ബിഗിൻ ചെയ്യുന്ന ഒരു ലവിങ് ജസ്റ്ററോട് കൂടിയാണ്. അതായത് ഹീസ് ആസ്കിങ് ഹിസ് വൈഫ് ടു റിലാക്സ്. അതായത് ഒരു ഹസ്ബൻഡ് വൈഫിൻ്റെ അടുത്ത് പറയുവാണ്, മാൻ ഇൻ ദ കിച്ചൺ. നിങ്ങൾ ആ ടൈറ്റിൽ സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു മെയിൽ ഒരു ഹസ്ബൻഡ് എന്താണ് കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഹസ്ബൻഡ് വൈഫിൻ്റെ അടുത്ത് പറയുവാണ്, റിലാക്സ് ചെയ്യൂ, ഞാൻ ഇന്നത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാം, ഹാവ് എ റെസ്റ്റ്ഫുൾ ഡേ എന്നാണ് വൈഫിൻ്റെ അടുത്ത് പറഞ്ഞത്. അതായത് നീ റെസ്റ്റ് എടുക്ക്. വൈഫിൻ്റെ അടുത്ത് ബെഡിൽ സ്റ്റേ ചെയ്യാൻ പറയുകയാണ്. അതായത് റെസ്റ്റ് എടുക്കൂ, ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എൻ്റേതായിട്ടുള്ള രീതിയിൽ യുണീക്ക് ആൻഡ് സ്പെഷ്യൽ വേയിൽ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണെന്ന് പറയുവാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഭയങ്കര അഫെക്ഷനേറ്റീവായിട്ട് നിൽക്കുവാണ്. ആ ഒരു കിച്ചൺ വർക്ക് ചെയ്യാനുള്ള ഇനിഷ്യേറ്റീവ് എടുത്ത് അദ്ദേഹം എന്താണ് ഹസ്ബൻഡ് അവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുവാണ്. ദെൻ സ്റ്റാൻസ 2-നകത്ത് എന്താണ്, അദ്ദേഹം ഒരു ഫെമിലിയർ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് പോച്ച്ഡ് എഗ്സും ബേക്കണുമാണ്. പിന്നെ ഈ ഒരു മീൽ അദ്ദേഹം നേരത്തെ എന്താണ് കുക്ക് ചെയ്തിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെന്ന് പറയുവാണ്. അതായത് ഞാൻ ഈ മീൽ നേരത്തെ തന്നെ കുക്ക് ചെയ്തിട്ടുണ്ട്, പാനിൽ കുറച്ച് വെള്ളം വെക്കുന്നു, വിനീഗർ ഇടുന്നു, പിന്നെന്താണ് മുട്ട അതിനകത്ത് പൊട്ടിച്ചൊഴിക്കുന്നു. അതാണ് പോച്ച്ഡ് എഗ് എന്ന് പറയുന്നത്. സോ ഇദ്ദേഹത്തിന് കുക്കിംഗ് ബേസിക്സ് ഒക്കെ ഇദ്ദേഹത്തിന് അറിയാമെന്നുള്ളതാണ് ഈ സ്റ്റാൻസയ്ക്കകത്തൂടെ നമുക്ക് വ്യക്തമായിട്ട് തരുന്നത്. ദെൻ സ്റ്റാൻസ 3-കകത്ത് എന്താണ് അദ്ദേഹം പറയുന്നത്, ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് പറയുവാണ്. അതായത് എഗ്സ് ക്രാക്ക് ചെയ്തിട്ട് പാനിനകത്തോട്ട്, ആ വിനീഗർ ഒഴിച്ച വെള്ളത്തിനകത്തോട്ട് പാനിനകത്തോട്ട് ഒഴിക്കുന്നു. എന്നിട്ട് അതിനകത്ത് പിന്നെ വേറൊരു പാത്രത്തിനകത്ത് ബേക്കൺ എടുത്തിട്ട് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെക്കുന്നു. അപ്പോൾ ഈ ടെക്നിക്ക് വളരെ ഈസി ആണെന്നാണ് അദ്ദേഹം സ്റ്റാൻസ 3-കകത്ത് പറയുന്നത്. അപ്പോൾ ആ ടൈമിംഗ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ അതിനുള്ള കഴിവും വേണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സോ എല്ലാ കാര്യങ്ങളും എന്താണ്, ടൈമിംഗ് ആണ് എല്ലാത്തിനെയും പെർഫെക്ഷൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആക്കി മാറ്റുന്നത്. സോ മെത്തേഡ്സ് സിമ്പിളായിട്ട് തോന്നിയാലും എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്, ടൈമിങ് നല്ലതായിട്ട് ഉണ്ടായിരിക്കണം. ടൈമിംഗ് ആണ് ഈ ഒരു ഫുഡിനെ എന്താണ് പെർഫെക്ഷൻ അല്ലെങ്കിൽ പെർഫെക്ഷനിലോട്ട് കൊണ്ടുവരുന്നത്. സോ അതാണ് അതിൻ്റെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്പീക്കർ ശരിക്കും പറഞ്ഞ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്, ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ സ്പീക്കർ എന്ന് പറയുന്നത് കുക്കിങ്ങിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നല്ല പെർഫെക്റ്റോട് കൂടിയും നല്ല അവയർനെസ്സോട് കൂടിയും നല്ല ക്ലിയർ ആയിട്ടും എല്ലാം ചെയ്യുന്നുണ്ട്. സ്റ്റാൻസ 4-നകത്ത് വരുന്നത് എന്താണ്, സ്പീക്കർ അദ്ദേഹത്തിൻ്റെ ഗോൾ ഫോർ പെർഫെക്ഷൻ ആണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിന് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വേണം. ആ എഗ് വൈറ്റ് എല്ലാം ഫേം ആയിട്ട് തന്നെ ഇരിക്കണം. യോക്ക്, അതായത് യെല്ലോ കളർ പോർഷൻ റണ്ണിങ് ആയിട്ട്, അതായത് കുറച്ച് എന്താ പറയുക, കുറച്ച് ഗുളുകുളയായിട്ട് തന്നെ ഇരിക്കണം, റണ്ണി ആയിട്ട് തന്നെ ഇരിക്കണം. എന്നാലേ വെൽ പോച്ച്ഡ് എഗ്സ് എന്ന് നമുക്ക് അതിനെ പറയാൻ സാധിക്കുകയുള്ളൂ. ബേക്കൺ ക്രിസ്പി ആയിട്ടിരിക്കണം, അതിന് നല്ലൊരു ടെക്സ്ചർ വേണം. പിന്നെന്താണ്, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആവാൻ വേണ്ടിയാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാൻസ 5-നകത്ത് എന്താണ് ഇനി അടുത്ത്, മീലിനെ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യുവാണ്. അദ്ദേഹം ടൊമാറ്റോ ഒക്കെ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യുവാണ്. ടൊമാറ്റോ ഗ്രില്ല് ചെയ്തിട്ട് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അതായത് ആ ഫ്ലേവറിനെ കുറച്ച് സ്വീറ്റ് ആക്കാൻ വേണ്ടി ടൊമാറ്റോ വെച്ചിട്ട് അദ്ദേഹം ഗ്രില്ല് ചെയ്യുന്നു. പിന്നെന്താണ്, ഹെവെയർ എന്നുള്ള ആ ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് ഹെവെയർ. അപ്പോൾ അത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാൻസ 5-നകത്ത് വളരെ ഹ്യൂമറസ് ആയിട്ടും കുറച്ച് വിംസിക്കലായിട്ടും ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫുഡിനെ കുറിച്ച് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇദ്ദേഹം ഭയങ്കര ഹൈ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് ചെയ്യുന്നത്. അതായത് കുക്കിംഗ് ഭയങ്കര ഹൈ പെർഫെക്ഷനോട് കൂടിയാണ് അദ്ദേഹം ചെയ്യുന്നത്. ആൻഡ് പക്ഷേ എന്നാലും എന്താണ്, ഇദ്ദേഹത്തിൻ്റെ കിച്ചണിൻ്റെ ആ ഒരു കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് പറയുവാണ്. ദെൻ സ്റ്റാൻസ 6-നകത്ത് എന്താണ്, ഒരു ഹാർട്ടി ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് ഇദ്ദേഹം എന്താണ് കണ്ടിന്യൂ ചെയ്ത്, അതായത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഷ്റൂംസ് ഒക്കെ ഫ്രൈ ചെയ്യുന്നുണ്ട്. മഷ്റൂംസ് ഒക്കെ ബട്ടറിലും ഒക്കെയാണ് ഫ്രൈ ചെയ്യുന്നത്. ബ്രെഡ് ടോസ്റ്റ് അദ്ദേഹം ഉണ്ടാക്കി. ആൻഡ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ലെമൺ ടീ അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. സോ അതെല്ലാം വൈഫിൻ്റെ പ്രിഫറൻസിനനുസരിച്ചാണ് ലെമൺ ടീ ഒക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നത്, റെഡിയാക്കുന്നത്. ദെൻ സ്റ്റാൻസ 7-നകത്ത് പറയുന്നത് എന്താണ്, എല്ലാ എലിമെൻസിനെയും, അതായത് എല്ലാ ഫുഡ് ഐറ്റംസിനെയും അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസിനെയും എല്ലാം നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് അദ്ദേഹം സെയിം ടൈമിൽ തന്നെ എല്ലാ ഫുഡ് ഐറ്റംസും റെഡിയാക്കുകയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഭയങ്കര ഹോപ്പ്ഫുൾ ആയിട്ട് നിൽക്കുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ വൈഫിന് ഇത് കാണുമ്പോൾ ഭയങ്കര ഡിലൈറ്റ് അല്ലെങ്കിൽ സന്തോഷം തോന്നും. അദ്ദേഹം എടുത്ത എഫേർട്ട് ആൻഡ് കെയർ എന്ന് പറയുന്നത് വൈഫിനെ ഒരുപാട് സന്തോഷിപ്പിക്കും എന്ന് ഇദ്ദേഹം സ്റ്റാൻസ 7-നകത്ത് പറയുകയാണ്. അതായത് ഇറ്റ് വിൽ എക്സീഡ് ഹർ എക്സ്പെക്ടേഷൻസ്, അവരുടെ എക്സ്പെക്ടേഷൻസിനെക്കാട്ടിലും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഷീ വിൽ ബി വെരി ഹാപ്പി ടു സീ മൈ ഡിഷസ് എന്നാണ് ആര് പറയുന്നത്, ഈ ഒരു സ്പീക്കർ പറയുന്നത്. ആൻഡ് സ്റ്റാൻസ 8-നകത്ത് എന്താണ്, ഫൈനൽ സ്റ്റാൻസയ്ക്കകത്ത് വീണ്ടും ഹ്യൂമർ അല്ലെങ്കിൽ ഒരു കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എലിമെന്റ് വരുന്നുണ്ട്. അതായത് ഫാമിലി ഡോഗ്, അവർക്കൊരു ഫാമിലി ഡോഗ് ഉണ്ട്. ആസ് എക്സ്പെക്റ്റഡ് എന്താണ്, ഈ ഫുഡ് കാണുമ്പോൾ ഫാമിലി ഡോഗ് എന്ത് ചെയ്യും, ഫുഡിന് വേണ്ടി ബെഗ് ചെയ്യും. അപ്പോൾ സ്പീക്കർ ഹ്യൂമറസ്ലി എന്താണ് അത് പറയുവാണ്,
ആൻഡ് ദെൻ ആഫ്റ്റർ എൻഷുറിങ് ഹിസ് വൈഫ് ആൻഡ് ദ ഡോഗ് ആർ ഫെഡ്, അതായത് വൈഫിനും ഡോഗിനും ഫുഡ് കൊടുത്തിട്ട് എന്താണ് അദ്ദേഹത്തിന് വേണ്ടി കുറച്ച് പോർഷൻ മാറ്റി വെച്ച് അദ്ദേഹം അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കഴിക്കും എന്നാണ് പറയുന്നത്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചില്ല കൂളായിട്ടുള്ള ഒരു നേച്ചർ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഡോഗ് വിൽ വോണ്ട് എ ടേസ്റ്റ്, സോ അത് ആ ഡോഗിന് കുറച്ച് മാറ്റി വെക്കും. ദെൻ ഐ വിൽ കുക്ക് ഫോർ മൈ സെൽഫ്, അതായത് ഞാൻ പിന്നെ എന്ത് ചെയ്യും, എനിക്ക് വേണ്ടി കുറച്ച് കഴിക്കാൻ നോക്കും. ആൻഡ് ദ ഹസ്ബൻഡ് ഓഫ് ദ ബ്രൈഡ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സോ ഭയങ്കര ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ളൊരു ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിൽ ലവിനെയും കെയറിനെയും കുക്കിങ്ങിലൂടെയാണ് ഇദ്ദേഹം എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ, പിന്നെ അഫെക്ഷനേറ്റ് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് ലൈറ്റ് കോമഡിയൊക്കെ മൊമെൻറ്റ്സ് ഒക്കെ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സ്പീക്കറിൻ്റെ എഫേർട്ട്, അതായത് വൈഫിനെ കുറച്ച് സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള സ്പീക്കറിൻ്റെ എഫേർട്ടാണ് നമ്മൾ ഈ ഒരു പോത്തിനകത്ത് കാണുന്നത്. ഇതിനകത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എന്തിനാണ് സ്പീക്കർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വൈഫിന് വേണ്ടി? അതായത് സ്പീക്കറിന് ശരിക്കും പറഞ്ഞാൽ വൈഫിന് ഒരു ദിവസം റെസ്റ്റ്ഫുൾ ഡേ കൊടുക്കണം എന്നുണ്ട്. ആൻഡ് ടു ഷോ ഹിസ് ലവ് ആൻഡ് കെയർ, അതിലൂടെയാണ് കുക്കിംഗ് ചെയ്യുന്നത്. കുക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ജസ്റ്റ് ടു ഷോ ഹിസ് ലവ് ആൻഡ് കെയർ ടു ഹിസ് വൈഫ്. അതുകൊണ്ടാണ് ഇദ്ദേഹം കുക്കിംഗ് ആ ദിവസത്തെ ഏറ്റെടുക്കുന്നത്. ആൻഡ് വാട്ട് വേ ദ ചലഞ്ചസ് ഹി ഫേസ്ഡ്, എന്തൊക്കെയായിരുന്നു? കറക്റ്റായിട്ട് കുക്കിംഗ് പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ടൈമിങ് വേണം, എന്നാലേ ഇദ്ദേഹത്തിന് പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ. ദെൻ ഹൗ ഡസ് ദ സ്പീക്കർ ആഡ് ഹ്യൂമർ ടു ദ പോം? ഇതിനകത്ത് ഹ്യൂമറസ് ആയിട്ടുള്ള എലിമെന്റ്സ് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പറയുന്നുണ്ട്, ലക്ഷൂറിയസ് ആയിട്ടുള്ള ഹെവിയർ എന്നുള്ള ആ ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. അതായത് അത് ഇദ്ദേഹത്തിന് ഇല്ല, പക്ഷെ അത് എന്താണ് അദ്ദേഹത്തിന് വേണം, അല്ലെങ്കിൽ അതൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ആരും ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ ഒരു പോയത്തിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഡോഗിൻ്റെ ആ ഒരു റിക്വസ്റ്റ് ഉണ്ടല്ലോ, ഇപ്പം ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഡോഗ് വന്നിട്ട് ബെഗ് ചെയ്യും, അതും എന്താണ്? ഹ്യൂമറസ് ആയിട്ടുള്ള എലിമെന്റ് ആണ്. എന്താണ് ഈ ഒരു മീൽ സിംബലൈസ് ചെയ്യുന്ന പോയത്തിനകത്ത്? മീൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇയാൾ ഉണ്ടാക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് സ്പീക്കറിന്റെ അഫെക്ഷൻ അല്ലെങ്കിൽ എഫേർട്ട്, അതായത് വൈഫിന്റെ കയ്യിൽ നിന്നൊരു അപ്രീസിയേഷൻ വേണം, വൈഫിനെ ഒന്ന് ഹാപ്പി ആക്കണം എന്നുള്ളതാണ് ഈ മീൽ കൊണ്ട് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ടോൺ എന്താണെന്ന് ചോദിച്ചാൽ ലൈറ്റ്, വളരെ കൂളായിട്ട് അല്ലെങ്കിൽ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു പോം എഴുതിയിരിക്കുന്നത്. പക്ഷേ അഫെക്ഷനേറ്റ് ആയിട്ടുള്ളൊരു പോമാണ്, ഹ്യൂമറസ് ആണ്. സ്പീക്കറിന്റെ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിന്റെ പ്ലേഫുൾ അപ്രോച്ചൊക്കെ നമുക്ക് ഈ ഒരു കുക്കിംഗ് എന്നുള്ള പോയത്തിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്.